ഹായ് ഫ്രണ്ട്സ്, വിഷുവിന് എനിക്ക് തയ്ച്ച കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ സ്ലീവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ തന്നെ ആരി വർക്ക് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത കുർത്തിയാണ്. അപ്പോൾ വിഷു അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇടയ്ക്ക് തയ്ക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്ത കേട്ടോ. അപ്പോൾ അത് സ്ലീവ് ഇതാണ്. അതുപോലെ തന്നെ നെക്ക് ദേ ഇതുപോലെ ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇടയിലൊന്നും ചുരിദാറിൻ്റെ ഇടയിലൊന്നും വർക്ക് കൊടുത്തില്ല, കാരണം ഇതന്നെ എനിക്ക് കുറേ സമയങ്ങളെടുത്തു. വേറെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചായി ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്നുള്ള ചെറിയൊരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഓൾറെഡി ഇട്ടതാട്ടോ. അപ്പോൾ ഞാനത് നെക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് എടുത്ത് അതിനുശേഷം കട്ട് ബീഡ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 3mm ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കട്ട് ബീഡ് വെച്ച് ഒരു ലെയറാക്കി എടുക്കണ്ടേ. ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ 3 സൈഡായിട്ട് ഒരു സീക്വൻസ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. നടുക്ക് ബീഡ്സ് വെച്ചിട്ട് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സീക്വൻസ് കട്ട് ബീഡും കൂടി വെച്ച് നമ്മൾ ചേർത്ത് വെച്ചെടുക്കുക ചെയ്യാം. ഇതെല്ലാം നമുക്ക് സാധാരണ നീഡിൽ വെച്ചും ചെയ്തെടുക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ആരി നീഡിൽ വേണമെന്നൊരു നിർബന്ധമില്ല. ഒരുപാട് ആളുകൾ സാധാരണ നീഡിൽ വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഓരോന്നെടുത്ത് നമ്മൾ ഓരോരോ സീക്വൻസും വെച്ച് ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷുവിന് ബ്ലൗസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൗസിലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലീവിലൊക്കെ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്കിൽ സിമ്പിളാണെങ്കിൽ സ്ലീവിൽ ഹെവിയാണ് ഈ ഒരു വർക്ക്. ലൈനായിട്ടാണ് ഇത് സ്ലീവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ കട്ട് ബീഡായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും എത്തി. ഇതുപോലെ മൂന്ന് സൈഡും കൊടുക്കുന്നുണ്ട്. അതായത് നടുക്ക്, പിന്നെ കഴുത്തിന് 2 സൈഡും. കണ്ടല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 2-3 വള്ളികളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്ത് കുറച്ച് ലീവ്സുകൾ ആണ്, പല ലീഫുകൾ, പിന്നെ അങ്ങനെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഹാൻഡ് വെച്ച് ഡ്രോ ചെയ്ത് പാറ്റേൺ ഒന്നും കണ്ട് ചെയ്തതല്ല, നമ്മൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇതുപോലെ കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമാണ് ഈ ഒരു കുർത്തിക്ക് നമ്മൾ നെക്കിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഓൾറെഡി ഞാൻ ചെയ്തതിന് വർക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, എല്ലാം റെഡി ആയിട്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വർക്കിൻ്റെ നമ്മളത് വരുന്നത്. ഇതുപോലെ ലൈൻ കൊടുത്ത് നമ്മൾ സ്ലീവിൽ കൊടുത്തെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മളിപ്പോൾ ചെയ്തെടുത്ത് അതുപോലെ സ്ലീവിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. കണ്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും 99% ആരി വർക്ക് ചെയ്ത കുർത്തികളാണ് കൂടുതലായിട്ടും വിപണിയിൽ കാണുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ എന്നാലും ഒന്ന് ഇട്ട് നോക്കാം. കറക്റ്റ് സൈസും ഷേപ്പൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. സ്ലീവ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലെങ്ത്ത് കൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. 2.5 മീറ്റർ തുണിയാണ് എടുത്തത്. അതുകൊണ്ട് സ്ലീവ് ലെങ്ത്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരുന്നു, ആരി വർക്ക് കൂടി വരുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഹാപ്പി വിഷു എല്ലാവർക്കും. അപ്പോൾ താങ്ക്